കേരളത്തിൽ നിന്നും ഗൾഫിലേക്കുണ്ടായ കുടിയേറ്റങ്ങൾ കേരളത്തിലെ പല പ്രദേശങ്ങളെയും സമ്പന്നമാക്കുകയുണ്ടായി. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള കുടിയേറ്റങ്ങളും പല ഗ്രാമങ്ങളെയും സമ്പന്നമാക്കുന്നു. ബംഗാളിലെ ജാലങ്കി എന്ന ഗ്രാമത്തിലേക്ക് പോവാം. കുടിയേറ്റങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പത്തിക പുരോഗതി എന്തെന്ന് ആ ഗ്രാമത്തിലൂടെ മനസ്സിലാക്കാം. കൊഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കൊഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കാർഷികാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയായിരുന്നു ബംഗാളിൻ്റേത്. കൃഷി ആദായകരമല്ലാതായി. ബംഗാളിനെ കാത്തിരിക്കുന്നത് തൊഴിലില്ലായ്മയുടെ കാലമാണെന്ന് തിരിച്ചറിയാഞ്ഞിട്ടല്ല. സംസ്ഥാനം ഭരിച്ചിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാർ സിംഗൂർ, നന്ദിഗ്രാം തുടങ്ങിയ വൻ വ്യവസായ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. അന്നത്തെ പ്രതിപക്ഷം അക്രമസമരങ്ങളിലൂടെ എല്ലാം തകർത്തു. ബംഗാൾ മാറി. ആ മാറ്റം ഇന്നത്തെ ബംഗാളിന്റെ തെരുവുകളിൽ കാണാം. इधर काम नहीं है? नहीं। क्या क्या है इधर? क्या काम थोड़ा कम न इधर थोड़ा काम। थोड़ा काम। कितना पैसा मिलता है आप लोगों के एक दिन एक काम करने के बाद? काम करने के वो कितना मिलेगा? कितना मिलेगा? 265 रुपया मिलेगा। 265? हाँ। बहुत कम है। हाँ। कैसा इतना? हाँ, वो कैसे खाना देगा ना, खाना देगा। गाना दिएगा? हाँ। एक महीने में कितना दिन मिलता है? वो 15-20 दिन। 15-20? हाँ। ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികളുണ്ട്. എന്നാൽ ആ പദ്ധതികളിൽ മിക്കവയും കടലാസുകളിൽ മാത്രമായി ഉറങ്ങിക്കിടക്കുകയാണ്. ഈ ഗ്രാമത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയെ നിലവിലില്ല. പകലന്തിയോളം പണിയെടുത്താലും ഇവർക്ക് ലഭിക്കുന്നത് തുച്ഛമായ കൂലിയാണ്. അതുകൊണ്ടാണ് ജനസംഖ്യയിലെ നല്ലൊരു വിഭാഗം തൊഴിൽ തേടി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. കൊൽക്കത്തയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഷാലിമാർ എക്സ്പ്രസ് ജനറൽ കമ്പാർട്ട്മെന്റിലെ ഏറെക്കുറെ എല്ലാവരുടെയും ലക്ഷ്യം കേരളമാണ്. എല്ലാവരും അതിഥി തൊഴിലാളികൾ. इधर काम नहीं है? कुछ भी नहीं, इधर काम नहीं, बाहर जाना काम के लिए। कलकत्ता में ज्यादा पैसा नहीं मिलता है? नहीं मिलता। कितना एक दिन कितना मिलता है? एक दिन में 70 रुपये अच्छा कोई मिलता है। उधर कितना मिलता है केरला में? उधर 1000 रुपये मिलता है। 1000 रुपये मिलता 1000 रुपये। इधर कहाँ में घर? है। घर हाँ, यार वो मिदनापुर। मिदनापुर में। उधर काम नहीं है? अच्छा। अभी काम नहीं। क्यों? अभी बारिश हो गया तो काम हो गया, बारिश नहीं तो काम नहीं। ये गर्मी के समय काम नहीं है? ज़्यादा गर्मी काम ही नहीं। काम ही नहीं। काम नहीं। क्यों? हम ये गेती अच्छी ना है? कुछ काम नहीं है, मैंने खेत के आबाद नहीं, वो बारिश नहीं तो ज़्यादा प्रॉब्लम, गर्मी से ज़्यादा प्रॉब्लम। गरीबी मानुष है ना, खाना नहीं पाएगा। ജാലങ്കി എന്ന ഈ ഗ്രാമം ഇന്ത്യയിലാണ്. എന്നാൽ നദിക്കപ്പുറത്തുള്ള പ്രദേശം ബംഗ്ലാദേശാണ്. ഈ ജാലങ്കി എന്ന ഗ്രാമത്തിന് ഏറെ സവിശേഷതകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, ഈ ഗ്രാമം ഇന്ന് പശ്ചിമ ബംഗാളിൽ അറിയപ്പെടുന്നത് പശ്ചിമ ബംഗാളിലെ കേരളം എന്ന പേരിലാണ്.
കേരളീയർക്ക് എങ്ങനെയാണ് ഗൾഫ്, അതുപോലെയാണ് ജാലങ്കിക്കാർക്ക് കേരളം. എല്ലാ വീടുകളിലും ഒരാളെങ്കിലും അതിഥി തൊഴിലാളികളായി കേരളത്തിലുണ്ട്. അവരുടെ സമ്പാദ്യമാണ് ജാലങ്കി എന്ന ഗ്രാമത്തെ പുനഃസൃഷ്ടിച്ചത്. അവിടെ എത്ര രൂപ കിട്ടിയിരുന്നു ഒരു ദിവസം? ഒരു ദിവസം 1000 രൂപ. 1000 രൂപ കിട്ടി. ഇവിടെ എത്ര, ഒരു ദിവസം എത്ര കിട്ടും? ഇവിടെ 400 രൂപ. അപ്പോൾ അവിടുന്ന് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വീട് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ബിസിനസ് തുടങ്ങുക അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ? എവിടെയാണ് ബിസിനസ്, ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നത്. റോണി എന്ന അതിഥി തൊഴിലാളി കാക്കനാട് ഒരു ഹോട്ടലിലാണ് പണിയെടുത്തിരുന്നത്. അവിടെ ഒരു ദിവസം 1000 രൂപ കൂലി കിട്ടുമായിരുന്നു. കുറേ കാലം അവിടെ പണിയെടുത്തതിന് ശേഷം റോണി ഗ്രാമത്തിൽ മടങ്ങിയെത്തി. ഇപ്പോൾ ഇതാ റോണി സ്വന്തമായി ഒരു ചെറിയ ഇതുപോലൊരു കട ആരംഭിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നല്ല വരുമാനമുണ്ട്. അങ്ങനെയാണ് റോണി ഇപ്പോൾ ജീവിക്കുന്നത്. जॉब क्रिएशन ज़्यादा अच्छा था इधर पहले फर्स्ट. अभी जॉब क्रिएशन नहीं, डेवलपमेंट नहीं. वो माइग्रेंट वर्कर केरला, मुंबई ये स्टेट में जाते हैं. इधर कोई नया कोई मतलब अभी वो सिंगूर नंदीग्राम है ना, उधर टाटा का नया फैक्ट्री खोलने के लिए वेस्ट बंगाल का सरकार, वामफ्रंट सरकार मतलब CPIM ज़्यादा ट्राई किया, लेकिन ममता बनर्जी वो नहीं होने के लिए दिया. इधर ये ऐसा प्रॉब्लम है. इधर ये काम नहीं है इधर. ഈ ഗ്രാമത്തിലെത്തിയാൽ ഈ കേരളത്തിലേക്കുള്ള അതിഥി തൊഴിലാളികളുടെ എല്ലാം തന്നെ യാത്ര എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഇതാ ഈ ബോർഡൊന്ന് നോക്കാം. ഇത് ജാലങ്കിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ബസ് സർവീസിൻ്റെ ഒരു പരസ്യമാണ്. അപ്പോൾ അതിഥി തൊഴിലാളികൾക്കെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ടിക്കറ്റ് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകൾ നമുക്ക് ഈ ഗ്രാമത്തിലെ പല സ്ഥലത്തും പതിപ്പിച്ചതായി കാണാൻ സാധിക്കും. കൊഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ.